വിദേശ വാർത്തകൾ ഒന്ന് കണ്ടുവരാം. സരുൺ എ ജോസ് ഞങ്ങളുടെ വിദേശകാര്യ ലേഖകൻ ന്യൂസ് ഡെസ്കിൽ റെഡിയാണ്. സരുണിന്റെ ഏറ്റവും പ്രധാന വാർത്ത ഇന്ന് എന്ന് പറയുന്നത് പോപ്പ് ബെനഡിക്ട് 16 അന്ത്യയാത്ര തന്നെയാണ്. അദ്ദേഹത്തിന്റെ ശവസംസ്കാര ശുശ്രൂഷ സംബന്ധിച്ചുള്ള എന്താണ് വിവരങ്ങളുള്ളത്? മറ്റെന്തെങ്കിലും വിദേശ വാർത്തകൾ പറയാനുണ്ടോ രാവിലെ തന്നെ? പ്രദീപ്, പ്രധാനമായി ഇന്ന് ബെനഡിക്ട് 16 സംസ്കാര ചടങ്ങുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ് ഫോക്കസ് ചെയ്യുന്നത്. ബെനഡിക്ട് 16 സംസ്കാര ചടങ്ങുകൾ ഇന്ത്യൻ സമയം 2 മണിയോട് കൂടിയാണ് തുടങ്ങുന്നത്. ഫ്രാൻസിസ് മാർപ്പാപ്പയായിരിക്കും സംസ്കാര ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകുക. പക്ഷേ വിശുദ്ധ കുർബാനയ്ക്ക് നേതൃത്വം നൽകുന്നത് കർദിനാൾ സംഘത്തിൻ്റെ ഡീനായ ജൊവാന ബാത്തിസ്റ്റ ആയിരിക്കും. ഇന്ത്യൻ സമയം 2 മണിയോടുകൂടെ ഈ ചടങ്ങുകൾ ആരംഭിക്കും. തിങ്കളാഴ്ച മുതലുള്ള പൊതുദർശനം ഇന്നലെ അവസാനിച്ചിരുന്നു. ഇന്നലെ ഇന്ത്യൻ സമയം രാത്രി 11:30 പൊതുദർശന ചടങ്ങുകൾ അവസാനിച്ചത്. ഇതിനുശേഷം ബെനഡിക്ട് 16 ഭൗതിക ശരീരം ഈ ഒരു സൈപ്രസ് പേടകത്തിലേക്ക് മാറ്റുകയുണ്ടായി. ഇന്ന് രാവിലെ വത്തിക്കാൻ സമയം രാവിലെ 9:30 ആണ് ചടങ്ങുകൾ ആരംഭിക്കുക. അതിന് തൊട്ട് മുമ്പായി ഈ മൃതദേഹം അടക്കം ചെയ്ത പേടകം സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയിലെ പ്രധാന അൾത്താരയ്ക്ക് മുന്നിൽ സ്ഥാപിക്കും. ഇതിനുശേഷമായിരിക്കും സംസ്കാര ശുശ്രൂഷകൾക്ക് തുടക്കമാവുക. നമുക്ക് നേരത്തെ തന്നെ ഈ സഭയിൽ ഉയർന്നിരുന്ന സംശയം ഇതായിരുന്നു: ഒരു മുൻ മാർപ്പാപ്പ മരിച്ചാൽ അദ്ദേഹത്തിന് നൽകുന്ന ബഹുമതികൾ, അദ്ദേഹത്തിൻ്റെ സംസ്കാര ശുശ്രൂഷ നിലവിലെ മാർപ്പാപ്പയ്ക്ക് സമാനമായിട്ടായിരിക്കുമോ എന്നുള്ള ഒരു ചോദ്യമായിരുന്നു പ്രധാനമായും ഉയർന്നത്. നേരത്തെ തന്നെ ഫ്രാൻസിസ് മാർപ്പാപ്പ വ്യക്തമാക്കിയിരുന്നു, ഒരു മാർപ്പാപ്പയ്ക്ക് നൽകേണ്ട എല്ലാ ബഹുമതിയും ബെനഡിക്ട് 16 നൽകുമെന്ന്. പക്ഷേ ഈ ഇന്നലെ വത്തിക്കാൻ്റെ അറിയിപ്പിൽ ചില മാറ്റങ്ങൾ, ഈ സംസ്കാര ശുശ്രൂഷയ്ക്കുള്ള ചടങ്ങുകളിൽ ചില ചെറിയ മാറ്റങ്ങൾ കൂടി ഉൾക്കൊണ്ടതായിരിക്കും ഈ സംസ്കാര ചടങ്ങുകൾ. അതിൽ ഈ മാർപ്പാപ്പ എന്ന് പറയുന്നത് റോമിൻ്റെ ബിഷപ്പും അതുപോലെ തന്നെ ആഗോള കത്തോലിക്ക സഭയുടെ തലവനുമാണ്. അതിനാൽ ഈ കാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ടുള്ള പ്രാർത്ഥനാ ചടങ്ങുകൾ ഈ സംസ്കാര ശുശ്രൂഷയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. ഈ സംസ്കാര ശുശ്രൂഷ, ഈ കബറടക്ക ചടങ്ങുകൾക്ക് ഫ്രാൻസിസ് മാർപ്പാപ്പ നേതൃത്വം നൽകുന്നു. പിന്നീട് വിശുദ്ധ കുർബാന നടക്കും. ഈ കുർബാന ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ അനാരോഗ്യം കണക്കിലെടുത്ത് കർദിനാൾ സംഘത്തിൻ്റെ ഡീനായിരിക്കും വിശുദ്ധ കുർബാനയ്ക്ക് നേതൃത്വം നൽകുക. ഇതിനുശേഷം ഈ മൃതദേഹം അടങ്ങിയ പേടകം കല്ലറയിലേക്ക് മാറ്റും. അവിടെ ഈ നേരത്തെ ബെനഡിക്ട് 16 ഉപയോഗിച്ച പാരീയവും അതുപോലെ തന്നെ മെഡലുകളും നാണയങ്ങളും ഈ പേടകത്തിനുള്ളിലേക്ക് അടക്കം ചെയ്യും. ഇതിനുശേഷം ഒരു സിങ്ക് പേടകത്തിലേക്ക് മൃതദേഹം മാറ്റും. പിന്നീട് അത് ഒരു മരം കൊണ്ടുള്ള മറ്റൊരു പേടകത്തിലേക്ക് മാറ്റിയായിരിക്കും സംസ്കാര ചടങ്ങുകൾ പൂർത്തിയാകുക. നേരത്തെ ജോൺ പോൾ രണ്ടാമനെ അടക്കം ചെയ്ത സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയിലെ ആ ശ്മശാനത്തിൽ തന്നെയായിരിക്കും ബെനഡിക്ട് 16 അന്ത്യവിശ്രമം ഒരുക്കുക. ഇങ്ങനെയാണ് ഇതിൻ്റെ ചടങ്ങുകൾ മുന്നോട്ട് പോവുക. നേരത്തെ തന്നെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ മൃതദേഹം പൊതുദർശനത്തിന് വെച്ചപ്പോൾ ലക്ഷക്കണക്കിന് വിശ്വാസികളാണ് അദ്ദേഹത്തെ അവസാനമായി കാണുവാനും പ്രാർത്ഥിക്കുവാനും വത്തിക്കാനിൽ എത്തിച്ചേർന്നത്. ഇന്ന് സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ തന്നെയായിരിക്കും ഈ സംസ്കാര ചടങ്ങുകൾ നടക്കുക. പ്രതി